അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദി ഇസ്തഫാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് പരിശുദ്ധമായ റമളാനിന്റെ 28ാമത്തെ നോമ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നാം മനസ്സിലാക്കുക. വഫി ലൈലത്തി താസിഅത്തി വൽ 29ാമത്തെ തറാവീഹ് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം അഅതാഹുല്ലാഹു സവാബ അൽഫി ഹജ്ജത്തിൻ മഖ്ബൂല, സ്വീകാര്യമായ 1000 ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി മുഅ്മിനീങ്ങളെ നാം അത് സമയത്ത് പോയി നിർവഹിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, ജുമുഅ നമസ്കാരം എന്നത് പാവപ്പെട്ടവന്റെ ഹജ്ജാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ തറാവീഹ് നമസ്കാരം നിർവഹിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് നാം മനസ്സിലാക്കണം. 1000 സ്വീകരിക്കപ്പെട്ട സ്വീകാര്യമായ 1000 ഹജ്ജിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും ഈ എണ്ണാവുന്ന നോമ്പുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ആ പരിശുദ്ധമായ റമളാനിനെ വേണ്ട രീതിയിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തി എടുക്കുക. ഇബാദത്തുകൾ കൊണ്ട്, വിശുദ്ധമായ ഖുർആൻ ഓത്തുകൊണ്ടും, അതുപോലെ തന്നെ അത് പഠന പാരായണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും, അതുപോലെ തന്നെ ഇബാദത്തുകളിലായി തഹജ്ജുദ് നമസ്കാരങ്ങളൊന്നും മുടക്കാതെ നമ്മൾ ദിനരാത്രങ്ങൾ പരിശുദ്ധമായ റമളാനിന്റെ കഴിഞ്ഞുകൂടുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി അല്ലാഹു ഈ റമളാനിനെ സ്വീകരിക്കുമാറാകട്ടെ.